ഹലോ ഓൾ, വെൽക്കം ടു ടോസ് അക്കാദമി. സെറ്റ് കൊമേഴ്സിലെ ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്നുള്ള ഏരിയ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഈ ഒരു ക്ലാസ്സിൽ വിൽ ബി ഡിസ്കസിങ് വാട്ട് ഗുഡ് വിൽ ഇസ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. അപ്പം അതിൽ സെറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടേക്കുന്ന മേജർ 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പം ഇത് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഈ 2 മെത്തേഡ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നു. അല്ലാതെ വാട്ട് ഗുഡ് വിൽ ഇസ് ബേസിക്കലി ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഗുഡ് വിൽ ഇസ്? Is it an intangible asset or a fictitious asset or a wasting asset? Goodwill എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്, പക്ഷേ ഇറ്റ് ഹാസ് സം റിയലൈസബിൾ വാല്യൂ. ഇപ്പം ഇമാജിൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേം 10 to 15 ഇയേഴ്സ് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫേമും അതുപോലെ തന്നെ ന്യൂ ആയിട്ട് വന്നേക്കുന്ന ഒരു ഫേം. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? മെയിനായിട്ട് നമുക്ക് തന്നെ നോട്ട് ചെയ്യുമ്പോൾ അറിയാം. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേം, അതിൻ്റെ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമേജ്, അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ കസ്റ്റമർ ലോയാലിറ്റി ആണെങ്കിലും ഭയങ്കര കൂടുതലാണ്. ആൾക്കാർക്കൊക്കെ നല്ല ഫെമിലിയർ ആണ് ആ ഒരു ഫേമിനെ പറ്റി. പക്ഷേ ആ ഒരു ന്യൂ ഫേം തന്നെ ആ സറൗണ്ടിങ്സ് എല്ലാം ന്യൂ ആണല്ലേ. അവർക്ക് കസ്റ്റമേഴ്സ് അങ്ങനെ പറയാൻ മാത്രമില്ല, എല്ലാം പൊതുവെ ചേഞ്ചിങ് എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫേമിന് അത്രത്തോളം വൈഡ് പബ്ലിസിറ്റി ഒന്നുമില്ല. ഇനി അതിനപ്പുറം റിട്ടേൺസ് എടുത്ത് നോക്കുക. ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിൻ്റെ റിട്ടേൺ എന്ന് പറയുമ്പം എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഒരു നോർമൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതിന് എബവ് ആയിരിക്കും. ഓക്കെ, അപ്പം വെൻ എ ഫേം ഈസ് ഏബിൾ ടു ഏൺ പ്രോഫിറ്റ്സ് എബവ് ദി നോർമൽ പ്രോഫിറ്റ്സിന് അപ്പുറം എന്തെങ്കിലും ഒരു ഫേമിന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോഫിറ്റ് പാർട്ടിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേം 10 to 15 ഇയേഴ്സ് തന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ഉറപ്പായിട്ട് ഒരു സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അത്രത്തോളം ഗുഡ് വിൽ ഉണ്ട്. അപ്പം ആ ഒരു സൂപ്പർ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റിനെയൊക്കെയാണ് നമ്മൾ ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പം ആ ഗുഡ് വില്ല് ഏൺ ചെയ്യാനായിട്ട് ഒത്തിരി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പം ലൊക്കേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആ ഒരു ഫേമിലുള്ള എംപ്ലോയീസ് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കാം. ഇനി മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലായിരിക്കും. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്താണ് അതിൻ്റേതായ ആ ഒരു ഫേമിന് അതിൻ്റേതായ ഒരു റെപ്യൂട്ടേഷൻ, ബ്രാൻഡ്, ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിൽ നിന്നൊക്കെയാണ് ഇത്രയും റിട്ടേൺ, അതായത് നോർമൽ പ്രോഫിറ്റിന് എബവ് ഈ ഒരു ഫേമിന് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഏൺ ചെയ്യുന്നൊരു ഫേം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഗുഡ് വില്ല്. അപ്പം ഗുഡ് വിൽ മേ ബി സെഡ് to be that element arising from reputation, connection or other advantages possessed by a firm which enables it to earn greater profits than the return normally to be expected on capital represented by the net tangible assets employed in that business. Okay, ഇപ്പം ഈ ഒരു ഫേം പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിൽ തന്നെ പർച്ചേസർ എന്തായിരിക്കും കൊടുക്കുക? ആ ഒരു എമൗണ്ട് ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫേമിൽ ഉള്ള നെറ്റ് അസറ്റ്സ് മൊത്തത്തിലെടുത്ത് അതിനേക്കാട്ടിലും ഒരു എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യും. അതെന്തിനായിരിക്കും? ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേം ഉറപ്പായിട്ടും ഫ്യൂച്ചറിലും പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരത് ഫൊർസേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഫൊർസേക്ക് ചെയ്യുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മുടെ പർച്ചേസർ ഈ ഒരു പർച്ചേസിങ് അല്ലെങ്കിൽ ഏതാണോ ഗിവർ ആ ഒരു കമ്പനിക്ക്, ബിസിനസ്സിന് കൊടുക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത്. എബവ് ദാറ്റ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിനപ്പുറം എത്രത്തോളം എമൗണ്ട് ആണ് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഗുഡ് വിൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി മേജർ പോയിന്റ്സ് ടു ബി നോട്ടഡ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ് വിൽ. The next major classification of goodwill, the goodwill is being classified as purchased goodwill or സെൽഫ്-ജനറേറ്റഡ് അല്ലെങ്കിൽ ഇൻഹറൻറ്റ് ഗുഡ് വിൽ. അപ്പം പർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുഡ് വില്ലും കൂടെ അതിൽ, അതായത് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ബിസിനസ് ഫേം അത്രയും നാൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ വാല്യൂ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ആ ഒരു ഫേം പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം അല്ലേ. അപ്പം 5 to 10 ഇയേഴ്സ് ആ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം പാസ്റ്റ് 4 to 5 ഇയേഴ്സ് ആ ഒരു ബിസിനസ് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു പ്രോഫിറ്റ് ഷുവറായിട്ട് ഏൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഫോമാണ്. അപ്പം അതൊക്കെ നമ്മൾ ആ ഒരു അഡ്വാൻറ്റേജും ബെനിഫിറ്റും എല്ലാം നമ്മൾ
ആ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പം എടുക്കുന്നുണ്ട്. അപ്പം വെനെവർ യു പർച്ചേസ് ഓർ അക്വയർ എ ബിസിനസ് യു വിൽ പർച്ചേസ് ദി ഗുഡ് വിൽ അലോങ് വിത്ത് ഇറ്റ്. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു പർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്തൊരു ബിസിനസ് ആണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഒരു ഗുഡ് വിൽ എമൗണ്ട് ഷുഡ് ബി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ദാറ്റ് ഈസ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26. ഇനി സെൽഫ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഇൻഹെറൻറ്റ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദി ബിസിനസ് ഇറ്റ് സെൽഫ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്രം ബേസ് വി ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 5 to 10 years ആയപ്പോഴത്തേക്ക് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ്സ് ഒക്കെ ഏൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗുഡ് വില്ലാണ് സെൽഫ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഇൻഹെറൻറ്റ് ഗുഡ് വിൽ. അപ്പം ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് റെക്കഗ്നൈസ്ഡ്, അല്ലെങ്കിൽ നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് ബാലൻസ് ഷീറ്റിലൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഇതാണ് മേജർ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ് വിൽ: പർച്ചേസ്ഡ് ഗുഡ് വിൽ ആൻഡ് സെൽഫ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഇൻഹെറൻറ്റ് ഗുഡ് വിൽ. ഇനി മേജർ മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് ഗുഡ് വിൽ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതനുസരിച്ച് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ ഫ്യൂച്ചറിൽ എത്രത്തോളം വർഷം നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം ഒരു 3 years അല്ലെങ്കിൽ 4 years. അപ്പോൾ അത് യൂഷ്വലി ക്വസ്റ്റനിൽ തന്നെ തന്നിട്ട് കാണും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആവറേജ് കാണുക. ഇപ്പോൾ പാസ്റ്റ് 4 yearsൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 4 yearsൻ്റെ പ്രോഫിറ്റ് എടുക്കുക, ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, നോർമൽ പ്രോഫിറ്റിന് എബോവ് ആയിട്ട് ആ ഒരു ഫേം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി തേർഡ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വിച്ച് ഇസ് റിലേറ്റഡ് വിത്ത് ദിസ് ഫസ്റ്റ് 2 മെത്തേഡ്സ്. അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആൻഡ് ഫൈനലി ദി ഫോർത്ത് വൺ ആന്യൂറ്റി മെത്തേഡ്. ആന്യൂറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതിനൊരു ആന്യൂറ്റി വാല്യൂ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വാല്യൂ യൂഷ്വലി തരും. അപ്പം ആന്യൂറ്റി മെത്തേഡ് ഒന്നും വെച്ച് ക്വസ്റ്റനിൽ ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം എത്രയാണ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ആ ഒരു ആന്യൂറ്റി വാല്യൂ, അങ്ങനെയാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇതാണ് 4 മേജർ മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ യൂഷ്വലി ചോദിച്ച് കണ്ടേക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡുമാണ്. സോ ഫസ്റ്റ് മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വാല്യൂ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. അപ്പം ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൽ ഇപ്പം 4 yearsൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ 4 yearsൻ്റെ പ്രോഫിറ്റ് എടുക്കുക, ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ടേക്ക് എൻ എക്സാമ്പിൾ, 4 yearsൽ 10,000 വെച്ച് ഈ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് പ്രോഫിറ്റ്. അപ്പം 10,000 4 years ജനറേറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് 40,000 കിട്ടും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 4 yearsൽ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് 10,000 തന്നെയാണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുക. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, ഇപ്പോൾ 3 years തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇനി 3 years ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ആവറേജ് പ്രോഫിറ്റ് 10,000 ഇൻറ്റു 3, ദാറ്റ് ഈസ് 30,000 ആയിരിക്കും നമ്മുടെ ഗുഡ് വില്ല്. ഇനി ഫ്യൂച്ചർ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ്സ്, അതായത് ചിലപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വല്ല അബ്നോർമൽ ലോസസോ അബ്നോർമൽ ഇൻകമോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻകമോ ഫ്യൂച്ചർ എക്സ്പെൻസസോ ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പം പ്രോഫിറ്റിൽ ഇപ്പം അബ്നോർമൽ ലോസസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു വർഷം 2020 പ്രോഫിറ്റ് ഏൺ ചെയ്തു, പക്ഷേ അബ്നോർമലായിട്ട് പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടായി, അത് കാരണം കുറേ ലോസ് ഉണ്ടായി. ആ ഒരു ലോസ് ഫ്യൂച്ചറിൽ ഉണ്ടാകണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പ്രോഫിറ്റിനൊപ്പം ആഡ് ചെയ്ത് കാണിക്കുക. ഫ്യൂച്ചറിലെ പ്രോഫിറ്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് അബ്നോർമൽ ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും, കാരണം അത് ഫ്യൂച്ചറിൽ ഉണ്ടാകണം എന്നില്ല. അതുപോലെ ഈ വർഷം നമുക്ക് ലോട്ടറി അടിച്ചു, അത് ഫ്യൂച്ചറിൽ കിട്ടണം എന്നുണ്ടോ? ഫ്യൂച്ചർ ഇയേഴ്സിൽ ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കാണിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു ഇൻകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ആൻഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്നിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിവൈഡഡ് ടോട്ടൽ പ്രോഫിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഇയേഴ്സ് 4 yearsൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ പ്രോഫിറ്റ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി സെറ്റിന് ചോദിക്കാറുള്ളത്. 4 yearsൻ്റെ പ്രോഫിറ്റ്സ് തന്നിട്ട് 4 yearsൽ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഗുഡ് വില്ല് ഇത്ര ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് സെറ്റിന് ചോദിക്കാറ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. അപ്പം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആ ഒരു ഫേം നോർമൽ പ്രോഫിറ്റിന് എബോ ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇഫ് ദി എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആർ മോർ ദാൻ ദി നോർമൽ പ്രോഫിറ്റ്സ്, ദി ഡിഫറൻസ് ഇസ് നോൺ എസ് സൂപ്പർ പ്രോഫിറ്റ്. ഇവിടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോട്ട് ചെയ്യുക, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, അതിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഹിൻസ് തരും. ഇത്രത്തോളം ക്യാപിറ്റൽ ബേസ് ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് 12%, നോർമൽ പ്രോഫിറ്റ് 13%, അങ്ങനെ പറഞ്ഞു തരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആവറേജ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, നോർമൽ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഡിഡക്ട് ദാറ്റ്. അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഇനി നോർമൽ പ്രോഫിറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, നെറ്റ് അസറ്റ്സിൻ്റെയൊക്കെ എമൗണ്ട് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡാണ് തന്നേക്കുന്നതെങ്കിൽ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അപ്പം നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് നോർമൽ പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ സർട്ടൻ പെർസെൻ്റ് എന്നും പറഞ്ഞ് തരാം. അതല്ലെങ്കിൽ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ നോട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ക്യാപിറ്റൽ ബേസ് ഓഫ് എ കമ്പനി stood at ₹5 lakh. Average rate of return earned by it on its capital base was 20%. അപ്പോൾ ക്യാപിറ്റൽ ബേസ് കമ്പനി തന്നിട്ടുണ്ട് 5 lakh ആണ് അതിൻ്റെ ക്യാപിറ്റൽ ബേസ്. അതുപോലെ തന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഏൺഡ് ബൈ ഇറ്റ് ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ ബേസിൽ ഏൺ ചെയ്തിരിക്കുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് അത് റിലേറ്റ് ചെയ്ത് ഏത് ഇൻഫർമേഷനാണ്, ആവറേജ് പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആവറേജ് പ്രോഫിറ്റ് 20% ഓഫ് 5 lakh ആണ്. ഓക്കെ, ആൻഡ് ദി ഇൻഡസ്ട്രി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കംസ് ടു 12%. ഇൻഡസ്ട്രി ആവറേജ് റേറ്റ്, അതായത് കോമൺ ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ നോർമലായിട്ട് ഏൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻ്റ് ആണ് 12%. ആവറേജ് ഇൻഡസ്ട്രി റേറ്റ് ഓഫ് റിട്ടേൺ കംസ് ടു 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ ഇഫ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. അപ്പം 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഇയേഴ്സ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഡയറക്റ്റ് ക്വസ്റ്റനിൽ എപ്പോഴും തരും. ഇവിടെ 3 years ആണ് തന്നേക്കുന്നത്. ഇനി ഇക്വേഷൻ എങ്ങനെയായിരുന്നു, വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതിപ്പോൾ എല്ലാത്തിനും സെയിം ആണ്, ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആയതുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ on that capital base 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കംസ് ടു 12%, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. ഇനി ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, 5 lakh ആണ് നമ്മുടെ ക്യാപിറ്റൽ ബേസ്, അതിൻ്റെ 20% എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 5 lakh ഇൻറ്റു 20/100, സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 lakh കിട്ടും. ഓക്കെ, ആൻഡ് ആവറേജ് പ്രോഫിറ്റ് 1 lakh, നോർമൽ പ്രോഫിറ്റോ 5 lakh ഇൻറ്റു 12%, that is 60,000. So average profit minus normal profit ആണ് സൂപ്പർ പ്രോഫിറ്റ്, that is 1 lakh minus 60,000 is equal to 40,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം സൂപ്പർ പ്രോഫിറ്റ് നമുക്കിവിടെ 40,000 ആണ് കിട്ടിയേക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓൾറെഡി ക്വസ്റ്റനിൽ 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 40,000 ഇൻറ്റു 3 വിൽ ബി ഗെറ്റിംഗ് 1,20,000. 4 3s 12, സീറോസ് ആഡ് ചെയ്യുക, 1,20,000. ഓക്കെ, അപ്പം ഈ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പം വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ആ ഒരു രണ്ട് ഫോർമുലാസ് തറവായിട്ട് പഠിക്കുക. വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആൻ, നമ്മുടെ ഇംഗ്ലീഷിലെ ആൻ. അപ്പം ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, ആൻ ഓർത്ത് വയ്ക്കുക. ടോട്ടലായിട്ട് സാൻ, സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നേക്കുന്ന ഹിൻസ് വെച്ച് ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് തറവായിട്ട് പഠിക്കുക. നെക്സ്റ്റ് സിമിലർ പ്രോബ്ലം ആണ്, വാല്യൂ ഓഫ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിഫറൻസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് തന്നേക്കുന്നത്. ഇപ്പം നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു ഫോർമുലയും കൂടെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം കൂടെ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ബിസിനസ് ഇസ് ഹാവിംഗ് ആൻ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹1 lakh. ഓക്കെ, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് 1 lakh ഉണ്ട്. ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ₹6 lakh. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നെറ്റ് അസറ്റ്സ് അപ്പം ഇസ് 6 lakh ആൻഡ് ഇറ്റ്സ് ഗുഡ് വിൽ ഇസ് ടേക്കൺ എസ്
3 years purchase of super profit എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 തന്നിട്ടുണ്ട്. ആൻഡ് ദി എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 10%. അപ്പം അത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം? നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ വേണം. അപ്പോൾ അത് 10% തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് ഗുഡ് വിൽ? അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇനി നോർമൽ പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ബിസിനസ് ഹാസ് ഇറ്റ്സ് അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് 1 lakh തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് വെച്ച് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് 6 lakh ആണ്. അപ്പോൾ 6 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% തന്നിട്ടുണ്ട്. അപ്പോൾ 6 lakh ഇൻറ്റു 10/100 വിൽ ബി ഗെറ്റിംഗ് 60,000. സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 60,000 കിട്ടും. അപ്പോൾ അതാണ് നോർമൽ പ്രോഫിറ്റ്. ഇനി ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 1 lakh മൈനസ് നോർമൽ പ്രോഫിറ്റ് 60,000. അപ്പോൾ 40,000 സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. 40,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000. ഓക്കെ, വാല്യൂ ഓഫ് ഗുഡ് വിൽ 1,20,000 തന്നെ. അപ്പം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആൻഡ് ആന്യൂറ്റി മെത്തേഡ്. അപ്പം ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 2 മെത്തേഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പം സൂപ്പർ പ്രോഫിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. അപ്പം ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമലി നമ്മൾ NRR/100 എന്നാണെങ്കിൽ ഇവിടെ 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഫോമുണ്ട്, അതുപോലെ തന്നെ ന്യൂലി സ്റ്റാർട്ട് ചെയ്തൊരു ഫോമുണ്ട്. അപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു 10-20 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഫോം ആണെങ്കിൽ അവർക്ക് നോർമൽ പ്രോഫിറ്റ് അപ്പുറം സൂപ്പർ പ്രോഫിറ്റ് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സിന് സൂപ്പർ പ്രോഫിറ്റ് മറ്റേ ഒരു ഫോമിനോടൊപ്പം ഉള്ള ആ ഒരു സൂപ്പർ പ്രോഫിറ്റ് എത്രത്തോളം ക്യാപിറ്റലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താലായിരിക്കാം ആ ഒരു നോർമൽ പ്രോഫിറ്റിന് എബോ ആയിട്ടുള്ള സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലൂടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇനി ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ആവറേജ് പ്രോഫിറ്റ്. അപ്പം നമ്മൾ അവിടെ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ NRR അല്ല, അത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇപ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫിഗർ തരും, അല്ലെങ്കിൽ നെറ്റ് അസെറ്റ്സ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് അസെറ്റ്സ്. അപ്പം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ NRR. നേരത്തെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തഡിൽ ക്യാപിറ്റലൈസേഷൻ മെത്തഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആവറേജ് പ്രോഫിറ്റിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു മെത്തേഡുള്ള ആന്യൂറ്റി മെത്തേഡാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് വേർ വി ഡിസ്കൗണ്ട് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പം ഇവിടെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കണ്ടു. അതുപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ആന്യൂറ്റി മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ആന്യൂറ്റി വാല്യൂ ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തരുന്ന പോലെ 3.4 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ തരും. അത് ജസ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആന്യൂറ്റി വാല്യൂ ഇൻറ്റു ചെയ്താൽ വിൽ ഗെറ്റ് ദി ഗുഡ് വിൽ ആസ് പെർ ആന്യൂറ്റി മെത്തേഡ്. ഓക്കെ, അപ്പം ഇതാണ് റെസ്റ്റ് 2 മെത്തേഡ്സ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇവിടെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷമാണ് ഇൻറ്റു 100 ബൈ NRR ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. ഇനി ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഇൻറ്റു 100 ബൈ NRR മൈനസ്, അപ്പം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതിപ്പം നെറ്റ് അസെറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് തരാം. ഓക്കെ, ഇനി വൺ മോർ പ്രോബ്ലം വിൽ ഗോ ത്രൂ വിത്ത്. And one more problem, average annual profit of a company for last 5 years was rupees 1,50,000. Normal rate of return expected is 10% on capital investment of rupees 10 lakh. If super profits are capitalized, what will be the value of goodwill? rupees 10 lakhs, rupees 5 lakhs, rupees 3 lakhs and rupees 2 lakhs. അപ്പം ഇവിടെയും നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇഫ് സൂപ്പർ പ്രോഫിറ്റ്സ് ക്യാപിറ്റലൈസ് ചെയ്താൽ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. അപ്പം ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് ഇഫ് സൂപ്പർ പ്രോഫിറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് എങ്ങനെയായിരുന്നു ഫോർമുല? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നോട്ട് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി റെസ്റ്റ് സെയിം ആണ്. നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പം ഇവിടെ ആവറേജ് പ്രോഫിറ്റ് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി, ആനുവൽ പ്രോഫിറ്റിൻ്റെ ആവറേജ് 5 ഇയേഴ്സിൻ്റെ എടുത്തിട്ടുണ്ട്. അത് 1,50,000 എന്ന് പറഞ്ഞ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,50,000. ഇനി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഈസ് 10%, NRR 10% ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ്
10 lakh ആണ്. അപ്പം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, നോർമൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 10 lakhൻ്റെ 10% ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എക്സ്പെക്റ്റഡ് ഈസ് 10% ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റുപ്പീസ് 10 lakh. സോ 10 lakhൻ്റെ 10% ആണ് നോർമൽ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് 10 lakh ഇൻറ്റു 10/100. അപ്പം സീറോസ് ക്യാൻസൽ ചെയ്യുക, വിൽ ബി ഗെറ്റിംഗ് 1 lakh. ഓക്കെ, അപ്പം സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് 1,50,000 തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് 1 lakh ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. 1,50,000 മൈനസ് 1 lakh വിൽ ബി ഗെറ്റിംഗ് സൂപ്പർ പ്രോഫിറ്റ് എസ് 50,000. ഇനി ഡയറക്റ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. 50,000 ഇൻറ്റു 100/NRR. സൂപ്പർ പ്രോഫിറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ്. അപ്പം 50,000 ഇൻറ്റു 100/NRR വിൽ ബി ഗെറ്റിംഗ് 5 lakh ആസ് വാല്യൂ ഓഫ് ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ്സ് ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ജസ്റ്റ് സമ്മറി, 4 മെത്തേഡ്സ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വില്ലാണ്. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അവിടെ നമ്മൾ ആവറേജ് പ്രോഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 5 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 ഇയേഴ്സ് പ്രോഫിറ്റ് എടുക്കുക, ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5. അപ്പം നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ്. അപ്പം ഇൻറ്റു ചെയ്യുക. ഇനി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. പക്ഷേ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആൻഡ് ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പം നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. സോ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇനി തേർഡ് മെത്തേഡ് ഏതായിരുന്നു? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി ആവറേജ് പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലോ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/NRR. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്സ്. ഇനി ഫോർത്ത് മെത്തേഡാണ് ആന്യൂറ്റി മെത്തേഡ്. ഇറ്റ് ഈസ് എ മെത്തേഡ് വെയർ വി ഡിസ്കൗണ്ട് ദി ഫ്യൂച്ചർ വാല്യൂ. അപ്പം ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ആ ഒരു ആന്യൂറ്റി വാല്യൂ. അത് ക്വസ്റ്റനിൽ തന്നിട്ട് കാണും. അപ്പം നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ദീസ് ആർ ദി മേജർ 4 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ. ഓക്കെ, താങ്ക് യു.